തുടർഭരണമെന്ന മനക്കോട്ട 8 നിലയിൽ തകർന്നിട്ടും ഇടത് സർക്കാരും സഖാക്കളും ഒരടി പിന്നോട്ട് വെക്കാൻ തയ്യാറല്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടായിരുന്നിട്ടും ഞങ്ങൾ തുടർന്ന് ഭരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം കൈവിടാതെ പിണറായിയും സംഘവും തന്ത്രങ്ങൾ മെനയുകയാണ്. പക്ഷേ പ്ലാനുകൾ രൂപപ്പെടുന്നതിന് മുൻപേ സർക്കാരിന്റെ അസ്ഥിവാരം തോണ്ടുകയാണ് കോൺഗ്രസും UDF-ഉം. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന പേരിൽ കൊണ്ടുവരാനിരുന്ന നവകേരള സർവേ അഥവാ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ ഇപ്പോൾ പിണറായിയുടെ പദ്ധതിക്ക് കടക്കൽ കത്തിവച്ചിരിക്കുകയാണ്. പൊതുഖജനാവിലെ പണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു എന്ന കണ്ടെത്തലിലാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇത്തരമൊരു സുപ്രധാന വിധി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതി ആരോപണങ്ങളിൽ നടുനിവർത്താനാവാതെ ഉഴലുന്ന സർക്കാരിന്റെ തലക്കിട്ട് ഒരൊന്നൊന്നര കൊട്ടുകൊടുത്തത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്. നവകേരള സർവേയുടെ പേരിൽ 20 കോടി രൂപ ചെലവാക്കി 80 ലക്ഷത്തോളം വീടുകളിൽ സർവേ നടത്താനായിരുന്നു സർക്കാർ ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ഈ പദ്ധതിക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അലോഷ്യസ് സേവ്യർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിക്കാരുടെ വാദം ഹൈക്കോടതി ശരിവെച്ചതോടെ പൊതുഖജനാവിൽ നിന്ന് കൈയിട്ട് വാരാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് പാളിയത്. അലോഷ്യസ് സേവ്യറിനൊപ്പം പെരുമ്പാവൂർ സ്വദേശി MH മുബാസും ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-ന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള വിവരശേഖരണമാണ് സർവേയുടെ മറവിൽ നടക്കുന്നത് എന്നായിരുന്നു ഇവരുടെ പ്രധാന ആരോപണം. സർവേക്കായി വോളണ്ടിയർമാരായി പാർട്ടി പ്രവർത്തകരെ നിശ്ചയിച്ചതും മതിയായ ധനകാര്യ അനുമതിയോ ബജറ്റ് വകയിരുത്തലോ ഇല്ലാതെ 20 കോടി രൂപ അനുവദിച്ചതും ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജനങ്ങളുടെ അഭിപ്രായം തേടാനെന്ന പേരിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരമൊരു പരിപാടി നടത്തുന്നത് അധികാര ദുർവിനിയോഗമാണെന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പാർട്ടി ഫണ്ട് തന്നെ ഉപയോഗിക്കണമെന്നും കോടതി വ്യക്തമാക്കി. DYFI, SFI പ്രവർത്തകരെ വോളണ്ടിയർമാരാക്കി വീടുകൾ കയറുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്ന അലോഷ്യസിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കോടതി കണ്ടെത്തി. സർക്കാരിനെ മുട്ടുകുത്തിച്ച ഈ വിധി വരുമ്പോൾ അലോഷ്യസ് സേവ്യർ MG സർവകലാശാലയിൽ തന്റെ PhD ഓപ്പൺ ഡിഫൻസിലായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. ഗോത്രവർഗ വിഭാഗത്തിന്റെ സാമ്പത്തികമായ ഉൾച്ചേരൽ എന്ന വിഷയത്തിൽ ഗവേഷണം പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടുന്നതിനൊപ്പം തന്നെ സർക്കാരിനെതിരായ ഈ വിജയം ഇരട്ടി മധുരമാണെന്ന് അലോഷ്യസ് പ്രതികരിച്ചു. 2021 ഗവേഷണം ആരംഭിച്ച അദ്ദേഹം പഠനവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനിടയിലാണ് സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ നിയമപോരാട്ടം നടത്തിയത്. നടൻ ജോയ് മാത്യുവും അലോഷ്യസിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ചില മനുഷ്യരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. നവകേരള സർവേ എന്ന ഉഡായിപ്പിന് വേണ്ടി നാട്ടുകാരുടെ നികുതി പണം എടുത്ത് സ്വന്തം പാർട്ടിക്കാർക്ക് പുട്ടടിക്കാനും വോട്ടർമാരെ ചാക്കിലാക്കാനുമായി 20 കോടി രൂപ ദൂർത്തടിക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ തലമണ്ട നോക്കി ഹൈക്കോടതി ചുറ്റികയടിച്ചു എന്നാണ് ജോയ് മാത്യു പരിഹസിച്ചത്. ഈ ചുറ്റിക കണ്ടെത്തിക്കൊടുത്തത് അലോഷ്യസ് ആണെന്നും ഇത് വെറും ഒരു മുദ്രാവാക്യം വിളിയിൽ നിന്നല്ല, മറിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ താൻ കൈവരിച്ച അറിവ് കൊണ്ട് തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PhD എന്നത് വെറുമൊരു അലങ്കാരമല്ലെന്ന് അലോഷ്യസ് തെളിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ കൂടി പുറത്തു വന്നതോടെ അലോഷ്യസ് വിമർശനം കടുപ്പിച്ചു. നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം തുടർഭരണമാണെന്ന് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി ഒരു വഴിയുള്ളൂ, ജനങ്ങളെ കുടിപ്പിച്ച് കിടത്തുക. സാധാരണക്കാരന്റെ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാതിരിക്കുക. രാത്രി 12 മണി വരെ ബാറുകൾ തുറന്നു കൊടുത്താൽ പിന്നെ ജനങ്ങൾ ബാക്കിയൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. ഒരു വശത്ത് സർവേ, മറുഭാഗത്ത് രാത്രി 12 വരെ സേവനം എന്നാണ് അലോഷ്യസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്വബോധത്തിൽ കാരണഭൂതനെ ഒറ്റാൻ പാർട്ടിയിൽ ആർക്കാണ് ധൈര്യം എന്ന് ചോദിച്ചുകൊണ്ട് സർക്കാരിനെ അദ്ദേഹം പരിഹസിച്ചു. രക്തസാക്ഷി ഫണ്ടിന് ശേഷം പൊതുഖജനാവിൽ നിന്ന് കൈയിട്ട് വാരാൻ നോക്കിയ സർക്കാരിന്റെ ചിറകരികയാണ് അലോഷ്യസ് ചെയ്തിരിക്കുന്നത്.